വിശദമായി കിടക്കുമ്പോൾ കേരളം വൻ കടക്കണിയിലെന്ന് ധവളപത്രം. കേരളത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയിലെത്തി. സംസ്ഥാന വരുമാനത്തിന്റെ 20.9% കടത്തിന്റെ പലിശയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന ഗുരുതര പ്രതിസന്ധിയിലാണ് കേരളം. സംസ്ഥാന GDP-യുടെ 35.5% കടബാധ്യത ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. കേരളത്തിന് വരുമാന ഇനത്തിൽ ലഭിക്കുന്ന 100 രൂപ പോകുന്ന വഴി നോക്കുക. ഇതിൽ 77 രൂപ ശമ്പളം, പെൻഷൻ, പലിശ ഇനങ്ങളിൽ ചെലവഴിക്കണം. ബാക്കി 23 രൂപയാണ് സ്കൂളുകൾ, ആശുപത്രികൾ, റോഡ്, ക്ഷേമപ്രവർത്തനം, നിക്ഷേപം, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മാറ്റിവെക്കാനാകുക. കടമെടുപ്പ് മാത്രമാണ് പോംവഴി. പക്ഷേ ഇതെല്ലാ പരിധികളും പിന്നിട്ടെന്നാണ് ധവളപത്രം പറയുന്നത്. കേരളത്തിൻ്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടിയിലെത്തി. സംസ്ഥാന വരുമാനത്തിൻ്റെ 20.9% കടത്തിൻ്റെ പലിശയ്ക്ക് ചിലവഴിക്കേണ്ടി വരുന്നു. സംസ്ഥാന GDP-യുടെ 35.5% കടബാധ്യത. ഇത് ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. 2024-25 12 മാസത്തിൽ 10 മാസവും ട്രഷറി നെഗറ്റീവ് ബാലൻസിലായിരുന്നു. ദൈനംദിന ചെലവുകൾ നടത്താൻ റിസർവ് ബാങ്കിൻ്റെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്, ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയ സൗകര്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. 2025 കേരളം 262 ദിവസം വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഉപയോഗിക്കുകയും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിലാവുകയും ചെയ്തു. പുതിയ സർക്കാരിന് തൊട്ടു മുന്നിലുള്ള പ്രതിസന്ധി ഇങ്ങനെയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള DA, DR കുടിശ്ശിക യഥാക്രമം 21,670 കോടി, 14,387 കോടി എന്നിങ്ങനെയാണ്. ബാങ്കുകൾക്കും കരാറുകാർക്കും നൽകാനുള്ളത് 3,431 കോടി. ആകെ കുടിശ്ശിക 48,733 കോടി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും നഷ്ടം നേരിടുന്നു. 2024-25 ആകെ നഷ്ടം 78,851 കോടി. നഷ്ടക്കണക്കിൻ്റെ 72% KSRTC, വാട്ടർ അതോറിറ്റി, സർക്കാർ രൂപീകരിച്ച പെൻഷൻ കമ്പനി എന്നീ സ്ഥാപനങ്ങൾക്കാണ്. ബജറ്റുകളിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരുമാനവും യഥാർത്ഥ വരുമാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സംസ്ഥാന നികുതി വരുമാനം പ്രതീക്ഷിച്ചതിനേക്കാൾ ശരാശരി 10% കുറവാണ്. കേന്ദ്ര സഹായം കുറയുന്നത് കടുത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 2026-27 കേന്ദ്രത്തിൽ നിന്നും പ്രതീക്ഷിച്ച തുകയേക്കാൾ ഏകദേശം 20,000 കോടിയോളം കുറവ് വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിൻ്റെ മറ്റ് ശുപാർശകൾ ഇവയാണ്: ധനകാര്യ നിയന്ത്രണം ശക്തമാക്കുക, സർക്കാർ ചെലവുകൾ പുനഃക്രമീകരിക്കുക, നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരിക, സ്വകാര്യ നിക്ഷേപം കൂടുതൽ ആകർഷിക്കുക, വ്യവസായ വികസനത്തിനും തൊഴിൽ സൃഷ്ടിക്കും മുൻഗണന നൽകുക, വൈദ്യുതി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ റിപ്പോർട്ടിൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കിഫ്ബി സംവിധാനം പൊളിച്ചെഴുതണമെന്നാണ് ധവളപത്രത്തിൽ പറയുന്നത്. കിഫ്ബിയുടെ രൂപീകരണത്തെ ധീരമായ നടപടിയെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും പുതിയ സാഹചര്യത്തിൽ കിഫ്ബിക്കിനി പ്രസക്തിയില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കിഫ്ബി വഴി സംസ്ഥാനത്തിനുണ്ടായ ബാധ്യത 56,000 കോടിയാണെന്നാണ് ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നത്. ധവളപത്രത്തിൽ കിഫ്ബി പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: കിഫ്ബിയുടെ അടിസ്ഥാന ആശയം ഇപ്പോൾ തകരാറിലായിരിക്കുകയാണ്. അതിൻ്റെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വായ്പകളാണ്. നിലവിലെ രൂപത്തിൽ തുടരണമോ എന്നതിനപ്പുറം ബാധ്യതകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഘടന പൊളിച്ചെഴുതണം, നല്ല വശങ്ങൾ നിലനിർത്തണം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. കിഫ്ബിയുടെ രൂപീകരണത്തെ ധീരമായ നടപടിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പദ്ധതികളുടെ പരിശോധന, സാങ്കേതിക മേൽനോട്ടം, ഡിജിറ്റൽ മാനേജ്മെൻറ്റ്, ഗുണനിലവാര നിയന്ത്രണം എന്നിവയിൽ കിഫ്ബി മികച്ചതായിരുന്നു. പക്ഷേ ഇനി ഇങ്ങനെ തുടരേണ്ടതില്ലെന്നാണ് ധവളപത്രത്തിലെ ശുപാർശ. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടി വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിനകം അംഗീകരിച്ച പദ്ധതികളിൽ 35,000 കോടിയിലധികം ഇനിയും ചെലവിടാനുമുണ്ട്. അതായത് സംസ്ഥാനത്തിന് മുന്നിലുള്ള ആകെ ബാധ്യത കിഫ്ബി വഴി ഏകദേശം 56,000 കോടിയാണ്. കിഫ്ബിയുടെ വായ്പാ ചെലവ് 1 മുതൽ 1.5% വരെ കൂടുതലാണ്. സർക്കാർ നേരിട്ട് വായ്പയെടുക്കുന്നതാണ് ഇതിലും ലാഭം. കിഫ്ബി വായ്പകളെല്ലാം സർക്കാർ വായ്പകളായി മാറിക്കഴിഞ്ഞു. ബജറ്റിന് പുറത്ത് കടമെടുക്കുകയെന്ന ആശയത്തിന് ഇനി നിലനിൽപ്പില്ല. കിഫ്ബി പദ്ധതി അനുവദിച്ചതിൽ അസന്തുലിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയ്ക്ക് 20%-ലധികം പദ്ധതി വിഹിതം ലഭിച്ചു. തിരുവനന്തപുരം, എറണാകുളം എന്നീ ജില്ലകൾ കൂടി ചേർത്താൽ ഏകദേശം പകുതി ഫണ്ടും 3 ജില്ലകളിലേക്ക് കേന്ദ്രീകരിച്ചു. റിപ്പോർട്ടിൻ്റെ മറ്റ് ശുപാർശകൾ ഇങ്ങനെയാണ്: കിഫ്ബിയെ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ധനവകുപ്പിൻ്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം. CAG-യുടെ ഓഡിറ്റ് നടത്തണം. കിഫ്ബിയുടെ ഭാവിയെക്കുറിച്ച് സർക്കാർ അടിയന്തര തീരുമാനമെടുക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
വരുമാനം മെച്ചപ്പെടുത്താനും ചെലവ് ലഘൂകരിക്കാനും ധവളപത്രത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന പല ശുപാർശകളും സർക്കാരിനെ കുഴയ്ക്കുന്നതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതുമാണ്. മാറിവരുന്ന സർക്കാരുകൾക്ക് കൈപ്പൊള്ളിയ വിരമിക്കൽ പ്രായം ഉയർത്തൽ മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യണമെന്നത് ഉൾപ്പെടെയുള്ള ശുപാർശകളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ലാഭനഷ്ട കണക്കുകൾ വിവരിക്കുന്ന ധവളപത്രത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പരിഷ്കരണങ്ങൾ അനിവാര്യം. പക്ഷേ ശുപാർശകൾ പലതും സംസ്ഥാനത്ത് രാഷ്ട്രീയ കോളിളക്കത്തിന് വഴിയൊരുക്കുന്നതാണ്. വിരമിക്കൽ പ്രായം ഉയർത്തണമെന്നതാണ് പ്രധാന ശുപാർശ. വിരമിക്കൽ പ്രായം 60 വയസ്സാക്കണം. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലെന്ന കേന്ദ്ര മോഡൽ നടപ്പാക്കണം. പ്രതിഷേധം ഭയന്ന് ഇടത് സർക്കാർ നേരത്തെ ആലോചിച്ച് ഉപേക്ഷിച്ചതാണിത്. മദ്യവിൽപ്പന നടത്തുന്ന ബെവറേജസ് കോർപ്പറേഷൻ ലാഭത്തിലാണ്. എന്നാൽ സാധാരണക്കാരൻ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ വിപണി ഇടപെടൽ നടത്തേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നഷ്ടത്തിലും. നഷ്ടം നികത്താൻ സപ്ലൈകോയും ബെവ്കോയും ലയിപ്പിച്ച് ഒരൊറ്റ കോർപ്പറേഷൻ ആക്കണമെന്നാണ് ധവളപത്രത്തിലെ ശുപാർശ. ഇതിന് തടസ്സങ്ങൾ നിരവധിയുണ്ട്. ഒപ്പം മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നെന്ന പ്രതീതി ജനിപ്പിക്കുമെന്ന അഭിപ്രായവും ഉയർന്നേക്കും. വൈദ്യുതി ഉൽപ്പാദനം കൂട്ടണം. ഊർജ്ജ ഉൽപ്പാദനത്തിന് ആണവ നിലയങ്ങൾ. ഊർജ്ജമേഖല സ്വകാര്യ നിക്ഷേപത്തിന് തുറന്നുകൊടുക്കണം. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയോ പൂട്ടുകയോ ചെയ്യണം. സബ്സിഡികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹതയുള്ളവർക്ക് മാത്രമാക്കി ചുരുക്കണമെന്നും ശുപാർശ. സംസ്ഥാനത്ത് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യമൊരുക്കാൻ കഴിയാത്തതിനാൽ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 22 ലക്ഷം പേർ വിദേശത്താണ്. ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രം കൊണ്ട് സംതൃപ്തരാകാത്ത തലമുറയാണിത്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കെൽപ്പുള്ള ഭരണകൂടത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നു ധവളപത്രത്തിൽ. തലകീഴായി പ്രവർത്തിക്കുന്നുവെന്ന് സമിതി കണ്ടെത്തിയ പലതും നേരെയാക്കാനുള്ള ശുപാർശകൾ നടപ്പിലാക്കണമെങ്കിൽ രാഷ്ട്രീയ സാങ്കേതിക കടമ്പകൾ നിരവധിയെന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.